യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കാ സുവിശേഷൻ്റെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും നിരന്തരം വായിച്ച് മനസ്സിലാക്കിയ ഒരു തിരുവചന ഭാഗമാണിത്. ഈശോയുടെ ജ്ഞാനസ്നാന സമയം സ്നാപകയോഹന്നാൻ യേശുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തിയതിന് ശേഷം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരികയും യേശു ദൈവത്തിൻ്റെ പ്രിയപുത്രനാണെന്ന് സ്വർഗം പറയുകയും ചെയ്യുന്ന ഒരു അനുഭവം. ഇത് യേശുവിന് മാത്രമല്ല, നമ്മളെക്കുറിച്ചും സ്വർഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണിത്. നമ്മൾ നമ്മുടെ തെറ്റുകളിൽ നിന്ന് അനുദപിച്ച് ആ തെറ്റുകൾക്കെല്ലാം ഗുഡ് ബൈ പറഞ്ഞ് ആ തെറ്റുകളിൽ നിന്നെല്ലാം പിന്മാറി ദൈവസന്നിധിയിലേക്ക് വരികയും ആ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ആ സമയം സ്വർഗം നമ്മളെക്കുറിച്ചും പറയും, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ സമൃദ്ധമായി നിറയുമ്പോൾ നിങ്ങളും സ്വർഗത്താൽ അനുഗ്രഹിക്കപ്പെടും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കുടുംബസമാധാനത്തിനു വേണ്ടി മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനം നിലനിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ എന്തെല്ലാം ആഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നു അതെല്ലാം യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്ന യേശുവിൻ്റെ മുന്നിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വിട്ടുകൊടുക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായ ജീവനുള്ള നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.